രാം ചരൺ പിന്നെ എസ് ജെ സൂര്യൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം. ശങ്കറിൻ്റെ പടം പോലെ തന്നെ ഒരു പടം. പിന്നെ രാം ചരണിനെ സംബന്ധിച്ച് ഇച്ചിരി ക്വാളിറ്റി ഉള്ളൊരു ഫിലിമാണെന്ന് തോന്നുന്നു. പാട്ട് ആസ് യൂഷ്വൽ ശങ്കർ വിഷ്വൽ ട്രീറ്റ് ആണ്. എൻ്റർടൈനിങ് ആയിട്ടുള്ള പടമാണ്. ആൻഡ് നല്ല മ്യൂസിക്കാണ്. നല്ല പടമാണ്. ശിവാജി കുറച്ച് മുതൽവണ്ണാണ് കൂടുതലായിട്ടുള്ളത്. ആ സെയിം സിനിമ കുറച്ച് വ്യത്യാസം അത്രേ ഇന്ത്യ 2 പോലെയല്ല. ഈ പടം ഒരു ആവറേജ് ഉണ്ട്. പക്ഷേ ശങ്കറിൻ്റെ ആ പഴയ ആ ഒരേ സ്റ്റൈൽ, പുതിയതായിട്ടൊന്നുമില്ല. ആ പഴയ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, കൊള്ളാം. ഇന്ത്യൻ 2 കണ്ടി കൊള്ളാം, ഉറപ്പാണ്. ഇന്ത്യൻ 2 ശങ്കർ ബേക്കെന്നല്ല, പക്ഷേ പഴയ ശങ്കറിൻ്റെ സിനിമകളുടെ അതേ ഒരു ഇത് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും നമ്മളെ പാട്ടൊന്നും അത്ര പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. BGM കുഴപ്പമില്ല. അതിൽ മൂന്നാമത്തെ ഒരു പാട്ട് കൊള്ളാം. ബാക്കി അതിൽ എല്ലാം കോപ്പി, ശങ്കറിൻ്റെ ഏത് സിനിമ നമ്മളെ പണ്ടത്തെ സിനിമകൾ പോലെ തന്നെയാണ്. പക്ഷേ എടുത്തേക്കുന്ന രീതി കൊള്ളാം. രാം ചരൺ വെച്ച് എടുത്തേക്കുന്ന രീതി അത് കുഴപ്പമില്ല, കൊള്ളാം. നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള പടമാണ്. ആൻഡ് നല്ല മ്യൂസിക്കാണ്. നല്ല പടമാണ്. ഓവറോൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല പടം വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ നല്ല ഓവറോൾ നല്ല പടമാണ്. പക്ഷേ നല്ല ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അത്. അപ്പം പിന്നെ കുറേ പാട്ടുകളൊക്കെ ആയി. ഓവറോൾ ഇറ്റ്സ് ഗുഡ്. നല്ല മൂവിയാണ്. പടം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗാണ്. കുറേ ആവശ്യമില്ലാതെ കുറേ പാട്ടും സീനും, ചുമ്മാ എല്ലാത്തിനും ഓരോ പാട്ട്. കുഴപ്പമില്ല, നല്ല പടമാണ്. സാധാരണ ശങ്കറിൻ്റെ പടം പോലെ തന്നെ ഒരു പടം. പിന്നെ രാം ചരണിനെ സംബന്ധിച്ച് ഇച്ചിരി ക്വാളിറ്റി ഉള്ളൊരു ഫിലിമാണെന്ന് തോന്നുന്നു. എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. സാധാരണ ശങ്കർ ഫിലിം. ഇന്ത്യൻ 2 ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നന്നായിട്ട്. രാം ചരൺ പിന്നെ എസ് ജെ സൂര്യൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം. വേറെ പാട്ട് ആസ് യൂഷ്വൽ ശങ്കർ വിഷ്വൽ ട്രീറ്റ് ആണ്. പിന്നെ ശങ്കറിൻ്റെ സ്ഥിരം ലഞ്ചം അങ്ങനത്തെ ഇതൊന്നുമല്ല, മാറ്റി പിടിച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ ഇന്ത്യൻ 2 കണ്ടുകൊണ്ടിരിക്കുക. ക്ഷീണം മാറ്റിയിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുക. പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ചിലപ്പം ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ശങ്കറിൻ്റെ ഒരു സ്ഥിരം കാണുന്ന ഇപ്പം ഇന്ത്യൻ 2 വെച്ച് നോക്കുമ്പോൾ അതേ പാറ്റേണുള്ള ഒരു പടം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെ, നല്ല രീതിയിൽ പണി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. സ്ഥിരം സ്റ്റോറിയാണ്, പുതിയതായിട്ടൊന്നുമില്ല. പിന്നെ ഈ നമ്മളെപ്പോഴും കണ്ട് മടുത്തതാണ്. ഈ ഫസ്റ്റ് ഹാഫിലെ കുറേ ക്രിഞ്ച് സീൻസൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും കുറച്ച് ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയതുകൊണ്ട് ഒന്നും ഫീൽ ചെയ്യത്തില്ല. എടുത്ത് പറയാൻ അങ്ങനെയായിട്ടൊന്നും ഇല്ല. ഇന്ത്യൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊള്ളാം. ഇതിൽ കുറേ അനാവശ്യ VFX ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ആവറേജ് പടമാണ് ബ്രോ. ഇന്ത്യൻ 2 വെച്ച് നോക്കുകയാണെങ്കിൽ കൊള്ളാമെന്ന് പറയാം. അല്ലാതെ പഴയ ശങ്കറിൻ്റെ പടമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. എടുത്ത് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എസ് ജെ സൂര്യ കൊള്ളായിരുന്നു എന്ന് പറയാം. അല്ലാതെ വേറെ ഒന്നും. രാം ചരൺ കുഴപ്പമില്ല. പുള്ളിക്കാരനെ കുറച്ച് ക്രിഞ്ച് പരിപാടിയൊക്കെ ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ. അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. ഇന്ത്യൻ 2 കൊള്ളാമെന്നേ പറയാറായിട്ടുള്ളൂ. മൂവി ഓവറോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് അത്രേ പറയാൻ പറ്റൂ. ഇപ്പം ഇന്ത്യൻ 2 ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം. ബട്ട് എന്നാലും അത്ര അങ്ങോട്ട് മുകളിലോട്ട് വന്നിട്ടില്ല. എടുത്ത് പറയാനായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ചില സീനിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. ബട്ട് ഇപ്പോൾ ഇൻ്റർവെൽ എത്തുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഒരു നല്ല സീനുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞ് കുറച്ച് നല്ല സീനുണ്ട്. പക്ഷേ അത് സിനിമ തുടങ്ങുമ്പോഴേ നമ്മൾ അതിലോട്ട് എൻഗേജ് ആക്കാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ചെറുതാക്കി ഒന്ന് ക്രിസ്പാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല. പിന്നെ ആവശ്യമില്ലാത്ത പാട്ട് ഒരുപാട് ബഡ്ജറ്റ് ഇറക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയും ബഡ്ജറ്റ് ഇറക്കിയൊന്നും ഈ പാട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ ഈ പാട്ട് ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ആവശ്യമില്ല. ഇപ്പം കിയാറ അഡ്വാനി ഉണ്ട്. കിയാറ അഡ്വാനിയൊന്നും അങ്ങനെ ഒരു റോളിൽ ഒരാൾ ആവശ്യമില്ല. അതൊക്കെ കമേഴ്ഷ്യലായിട്ട് പാട്ടിന് വേണ്ടി മാത്രം കൊണ്ടുവന്നല്ലേ. ബട്ട് ആ പാട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഓവറോൾ പൈസ കൊണ്ട് സമയമുണ്ട് വന്ന് കാണാം.